ഇത് സംബന്ധിച്ച് ഒരു എക്സ്പേർട്ട് കമ്മിറ്റി രൂപീകരിച്ചിരുന്നു. വിദഗ്ധരുടെ ഒരു സമിതി രൂപീകരിച്ച് ഇത് സംബന്ധിച്ച വിശദമായ കാര്യങ്ങൾ അന്വേഷിക്കാനായിട്ട് നിർദ്ദേശം നൽകിയിരുന്നു. ആ കമ്മിറ്റി കാരണം 2023 മാർച്ച് മാസത്തിലാണ് ഈ സംഭവം ഉണ്ടായതെന്ന് മനസ്സിലാക്കുന്നു. അതോടൊപ്പം 2020 ഏതാനും മാസങ്ങൾക്ക് മുൻപാണ് ഇത് കണ്ടുപിടിച്ചത് എന്നുള്ളത് മനസ്സിലാക്കുന്നു. ഈ പേഷ്യൻ്റ് നമ്മുടെ സർക്കാർ ആശുപത്രിയിൽ ചികിത്സയിലുള്ള ഒരാളാണ്. അപ്പോൾ ഇപ്പോൾ ഇതിലൊരു പരാതിയുണ്ട് എന്നുള്ളത് അറിഞ്ഞിട്ട് ഈ കമ്മിറ്റി അതുകൂടി പരിശോധിക്കാൻ പറഞ്ഞു. ഒറ്റ കാര്യമേ ഉള്ളൂ, അതിൽ ഉത്തരവാദികളായിട്ടുള്ളവർക്കെതിരെ നടപടി സ്വീകരിക്കും. അത് കർശനമായിട്ടുള്ള നടപടിയായിരിക്കും. അതായത് കഴിഞ്ഞ ദിവസത്തെ റിപ്പോർട്ട് തള്ളുകയാണ് അല്ല, എനിക്ക് റിപ്പോർട്ട് കിട്ടിയിട്ടില്ല. അത് കമ്മിറ്റി കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് എക്സ്പേർട്ട് കമ്മിറ്റി അവരുടെ സിറ്റിങ്ങുകളൊക്കെ നടത്തിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ACSന് അവർ റിപ്പോർട്ട് സമർപ്പിക്കും. റിപ്പോർട്ട് അവരുടെ ഈ കമ്മിറ്റി കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ നേരത്തെ തന്നെ അതിൻ്റെ പരിശോധനകളൊക്കെ നടത്തിയിട്ടുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അപ്പോൾ സിറ്റിംഗ് അവർ നടത്തിയിട്ടുണ്ട്. ഇതിൽ വളരെ വ്യക്തമായ ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ, അത് കമ്മിറ്റിയുടെ വിദഗ്ധ സമിതിയുടെ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ അതിൽ കുറ്റക്കാരായവർക്കെതിരെ നടപടി സ്വീകരിക്കും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.